ക്ലാസിക് ഫിലിംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ സ്വന്തം സുഗതകുമാരി ടീച്ചറിൻ്റെ നവതി പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി സുഗത സ്മൃതിയിലൂടെ ആഘോഷിക്കുകയുണ്ടായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം 2024 ജനുവരി 25 സായം സന്ധ്യയിൽ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിർവഹിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് പഴകുളം മധു സൊസൈറ്റിയുടെ പ്രവർത്തന പരിപാടികളെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. 2008 ഈ സ്ഥാപനം ആരംഭിച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ പാർട്ടിക്കൊരു പ്രസിദ്ധീകരണ വിഭാഗം വേണം. പാർട്ടി സാഹിത്യം മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുൾപ്പെടെ എല്ലാവരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന ആശയമാണ് പ്രിയദർശിനിക്ക് രൂപം കൊടുക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ പ്രിയദർശിനി അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ അടുത്ത സമയത്താണ് നമ്മൾ ഒരു സാഹിത്യ അവാർഡ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ സർഗ സൃഷ്ടിക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. എഴുത്തുകാരെയും കലാകാരന്മാരെയും അംഗീകരിക്കുക, അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ഒരു ഇടം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് ഇന്ത്യ മൊത്തം പരിശോധിച്ചാലും കേരളം എടുത്താലും എഴുത്തുകാർക്ക് നിർഭയമായി അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമില്ല. ആർക്കും അതിനുള്ള ധൈര്യമില്ല. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. സമൂഹത്തിൽ തലമുറകളെ നയിക്കുന്നത് തന്നെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ആയിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അവരുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഒരു ഭയത്തിൻ്റെതായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. കേരളത്തിലും അത് വളരെ ദൃശ്യമാണ്. ആ സാഹചര്യത്തിൽ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ഭയലേശമില്ലാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി ഒരുക്കുന്നത്. പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം, അതിൻ്റെ പ്രഥമ പുരസ്കാരം നമ്മൾ കൊടുത്തത് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കായിരുന്നു. കണ്ണൂരിൽ വെച്ച് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ T പത്മനാഭന് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്ന് ആ അവാർഡ് സമ്മാനിക്കുകയായിരുന്നു. ഇപ്പോൾ 2008 മുതൽ ഇതുവരെ 450ഓളം പുസ്തകങ്ങൾ പ്രിയദർശിനി പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഈ KPCC ഇതിനെ ചുമതല ഏൽപ്പിക്കുന്നത് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പാണ്. ഈ 4 മാസത്തിൻ്റെ കാലയളവിൽ ഏകദേശം 40ഓളം പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പുസ്തക പ്രസാധന രംഗത്ത് പ്രിയദർശിനി കേരളത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഇടക്കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മന്ദീഭവിച്ചിരുന്നു. അതിൽ നിന്ന് പുതിയ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മാർക്കറ്റിംഗ് ആണ് ഇത്തരം പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് പ്രിയദർശിനി ഒരു ബുക്ക് ക്ലബ്ബ് ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പ്രമുഖ സാഹിത്യകാരൻ ശ്രീ കൽപ്പറ്റ നാരായണന് അംഗത്വം കൊടുത്തുകൊണ്ടാണ് പ്രിയദർശിനിയുടെ ബുക്ക് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത് കേരളമാകെ നമ്മൾ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എഴുതാനും വായിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും ഈ ബുക്ക് ക്ലബിൽ അംഗങ്ങളാക്കുക. 100 രൂപയാണ് ആജീവനാന്ത അംഗത്വ ഫീസ്. 1000 രൂപ ആ ബുക്ക് ക്ലബിലേക്ക് നിക്ഷേപിക്കുന്ന എല്ലാവർക്കും 35% ഡിസ്കൗണ്ടോട് കൂടി പ്രിയദർശിനി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒന്നായോ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്ന പുസ്തകങ്ങളോ, അതുമല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ ആ മുറയ്ക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ബുക്ക് ക്ലബിൽ അംഗത്വം എടുക്കുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1000 രൂപ
അവർ നിക്ഷേപിച്ചാൽ അതിന് 35% ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ എല്ലാ പുസ്തകങ്ങളും അവർക്ക് കൊടുക്കുന്നതാണ്. 1000 രൂപ തീരുന്ന മുറയ്ക്ക് അവർക്ക് വീണ്ടും നിക്ഷേപിച്ചാൽ ആ ബുക്ക് ക്ലബിലെ അംഗത്വം നിലനിൽക്കും. നിക്ഷേപിച്ചാലും ഇല്ലെങ്കിൽ നിലനിൽക്കും. പക്ഷേ നിക്ഷേപിച്ചാൽ അവർക്ക് വീണ്ടും നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളോടൊപ്പം സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ഒട്ടേറെ പ്രതിഭാധനരും പ്രമുഖ വ്യക്തികളും സുഗതസ്മൃതിയിൽ പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രിയും AICC നേതാവുമായ ശ്രീ AK ആന്റണി, UDF കൺവീനർ ശ്രീ MM ഹസൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ G ബാലചന്ദ്രൻ, പ്രൊഫസർ നെടുമുടി ഹരികുമാർ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ KPCC നേതാക്കൾ ദീപം തെളിയിച്ച് സുഗതകുമാരി ടീച്ചറിന് ആദരമർപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പ്രിയദർശിനി സുഗതകുമാരി ടീച്ചറിൻ്റെ നവതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിപാടികളുണ്ടാകും. ഒന്നാമത്തെ പരിപാടി, ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട പരിപാടിയായി ഞങ്ങൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്നത് സുഗതകുമാരി ടീച്ചറിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു സൈലന്റ് വാലി. ആ സൈലന്റ് വാലിയിൽ ഒരു പരിസ്ഥിതി കോൺക്ലേവ് സംഘടിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതിക്ക് വേണ്ടി ധാരാളം മുറവിളികൾ ഉയരാറുണ്ട്. പക്ഷേ എന്താണ് പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്നവരോട് അവർ കൊടുക്കാനുള്ള ചുട്ട മറുപടി എന്താണ് എന്ന് കാണിച്ചു കൊടുത്തത് സുഗതകുമാരി ടീച്ചറാണ്. അവർ ഒരു വനം തന്നെ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി, കൃഷ്ണവനം. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ആഘാതമേൽക്കുന്ന ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ഓടിയെത്താൻ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ തയ്യാറായിരുന്നു. അപ്പോൾ സുഗതകുമാരി ടീച്ചർ എൻ്റെ മരണശേഷം ഇത്തരം പ്രശ്നങ്ങളിൽ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിന് മുന്നിട്ട് നിൽക്കാനോ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്ക് അതിൻ്റെ അംഗീകാരം കിട്ടുന്നില്ല, സ്വീകാര്യത കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളം ഇന്ന് നേരിടുന്ന പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കണ്ടെത്താനും കഴിയുന്ന വിധത്തിൽ ഒരു പരിസ്ഥിതി കോൺക്ലേവ്, അത് ദേശീയ രംഗത്ത് പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടിയായി അത് സംഘടിപ്പിക്കാനാണ് പ്രിയദർശിനി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംബന്ധിച്ചും കേരള തനിമയെ സംബന്ധിച്ചും വ്യതിരിക്തമായ കാഴ്ചപ്പാടും സ്വപ്നവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുഗതകുമാരി ടീച്ചർ. അപ്പോൾ പരിസ്ഥിതി, കേരള തനിമ, ഈ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണ പരമ്പര കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കാൻ പ്രിയദർശിനി ആഗ്രഹിക്കുകയാണ്. ടീച്ചറിൻ്റെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു അഭയ. ആ അഭയ ആസ്ഥാനമാക്കി നാഷണൽ സെമിനാർ ഓൺ മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യമാണെന്ന് മനുഷ്യർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. കേരളത്തിൽ പ്രത്യേകിച്ചും പറയേണ്ടതായിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം മാനസിക ആരോഗ്യം വല്ലാതെ ശോഷിച്ചു പോകുന്നു. നമ്മുടെ പിരിമുറുക്കം, സമ്മർദ്ദം, ജീവിതശൈലി, കോവിഡാനന്തര ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയാണ്. ഇതെല്ലാം ഈ പ്രശ്നങ്ങളെ സമൂലമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു ഗ്രാമം ഒരു സുഗതമരം. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സുഗതകുമാരി ടീച്ചറിൻ്റെ പേരിൽ ഒരു മരം നമ്മൾ പുതുതായി നടുകയാണ്. അതിന് സാമൂഹ്യ സംഘടനകളെയും പരിസ്ഥിതി പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ 1 ലക്ഷം രൂപ അവാർഡ് കൊടുക്കുന്ന പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അത് സമഗ്ര സംഭാവനയ്ക്കാണ്. എന്നാൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുക, ക്യാമ്പസ് എഴുത്തുകാരെ കണ്ടെത്തുക, അവരുടെ മികച്ച കൃതിക്ക് ഒരു പുരസ്കാരം നൽകുക, അതിനാണ് സുഗതകുമാരി സാഹിത്യ സമ്മാനം എന്ന രീതിയിൽ ക്യാമ്പസ് എഴുത്തുകാർക്ക് വേണ്ടി ഒരു അവാർഡ്, സാഹിത്യ പുരസ്കാരം എല്ലാ വർഷവും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിരുദ വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധ മത്സരം, അവരുടെ പുതിയ കാഴ്ചപ്പാടുകൾക്ക് വെളിച്ചു കൊടുക്കാൻ ആ പ്രബന്ധ മത്സരം നടത്തിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രബന്ധങ്ങൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനം കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സാഹിത്യത്തിലും കലയിലുമെല്ലാം അഭിരുചിയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാഹിത്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സുഗതകുമാരിയുടെ നവതിയുമായി ബന്ധപ്പെട്ട് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ. സുഗതസ്മൃതിയെക്കുറിച്ച് പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി ശ്രീ ബിന്നി സാഹിതി.
മദർ തെരേസ കൽക്കട്ടയിൽ ചെയ്തവണ്ണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകമാനം ചെയ്തവണ്ണമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മോഡലാണ് സുഗതകുമാരി ടീച്ചർ കേരളത്തിൽ ചെയ്ത പരിസ്ഥിതി പ്രവർത്തനമെന്നും ചാരിറ്റി പ്രവർത്തനമെന്നും നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. തിരുവനന്തപുരത്ത് അഭയയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾക്ക്, അത് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈത്താങ്ങാവുന്ന പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് നൽകുന്ന വൈദ്യസഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, കൗൺസിലിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മരത്തിനും മണ്ണിനും പിന്നെ ആറുകൾക്കും പുഴകൾക്കും തോടുകൾക്കും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, അതുവഴി ഉണ്ടായ സാഹിത്യ സൃഷ്ടികൾ, രചനകൾ, ഇവയെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് പ്രധാനമായും ഈ നവതി ആഘോഷ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സുഗതസ്മൃതി സന്ധ്യയ്ക്ക് ഏറെ മിഴിവേകിയത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ കർണാട്ടിക് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സുഗതകുമാരി കവിതകളുടെ ആലാപനമായിരുന്നു. ആത്മാവിലോളം ചെന്നു തൊടുന്നതാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകൾ. പ്രണയമായാലും പരിസ്ഥിതിയായാലും ആത്മനൊമ്പരത്തിൻ്റെ ഒരു ഇഴ ആ കവിതകളിൽ കാണാം. ടീച്ചറിൻ്റെ ഏറെ പ്രശസ്തമായ കവിത ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി കേൾക്കാം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു അനങ്ങാതെ പാപം പണിപ്പെട്ടു ആടി വന്നാത്തോ പാപം വന്നാത്തോ അനങ്ങാതെ പാപം പണിപ്പെട്ടു ആടി പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. പാടാൻ ഉടയിണയില്ല, ഇടറുമീ ഗാനം ഒന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. ഇടറുമീ ഗാനം ഒന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല.
പിരിഞ്ഞു പോയി മെച്ചൂരും ആ